ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 11-ാമത്തെ വചനം. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു. ദാനിയേൽ തന്റെ ദൈവത്തിൻ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ദാനിയേലിന്റെ പ്രാർത്ഥന പല സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇവിടുത്തെ ഒരു പദപ്രയോഗം എന്നെ വളരെ ആകർഷിച്ചു. ദൈവത്തിൻ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിച്ചു. പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട രണ്ട് വ്യത്യസ്ത മനോഭാവങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഒന്ന്, 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുന്നത് ദൈവസന്നിധിയിൽ ദാനിയേൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു എന്നാണ്. സ്തോത്രം ചെയ്യുക പ്രാർത്ഥനയിൽ. എന്തിനാണ്? ദൈവം ചെയ്തിട്ടുള്ള നന്മകൾ ഓർത്ത്, ഉപകാരങ്ങൾ ഓർത്ത്, അനുഗ്രഹങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. തനിക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ അല്ല. സ്റ്റിൽ he give thanks to the Lord. 2, പ്രാർത്ഥിച്ച് അപേക്ഷിക്കുകയാണ്. തന്റെ പ്രശ്നങ്ങൾ മുഴുവനും താൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രശ്നങ്ങൾ സമർപ്പിക്കുന്നതിന് മുമ്പ് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പിന്തിരിഞ്ഞ് നോക്കിയിട്ട് ദൈവത്തോട് നന്ദി പറയുകയും മുൻപോട്ട് നോക്കി ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യുക മാത്രമാണ്. ദാനിയേൽ അത്ര മാത്രമേ ചെയ്തുള്ളൂ. ദൈവം അദ്ദേഹത്തെ ആദരിച്ചു.